സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ 15 അപ്ഡേറ്റ്സ് ആണ് ഇന്ന് അറിയിക്കാനുള്ളത്. റാങ്ക് ലിസ്റ്റ് 1, ഷോർട്ട് ലിസ്റ്റ് 7, ഇൻ്റർവ്യൂ അറിയിപ്പ് 2, ഓൺ ടൈം വെരിഫിക്കേഷൻ അറിയിപ്പ് 3, ഇറാറ്റ നോട്ടിഫിക്കേഷൻ അറിയിപ്പ് 2. ആദ്യം ഓൺ ടൈം വെരിഫിക്കേഷൻ. കേരള ജനറൽ എഡ്യൂക്കേഷൻ ഡയറ്റിലേക്ക് ലെക്ചറർ ഇൻ സാൻസ്ക്രിറ്റ് കാറ്റഗറി നമ്പർ 359/2022. പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഡയറ്റ് ലെക്ചറർ ഇൻ സംസ്കൃതം നേരിട്ടുള്ള നിയമനം കാറ്റഗറി നമ്പർ 359/2022 എന്ന തസ്തികയിലേക്ക് 25/3/2025 പ്രസിദ്ധപ്പെടുത്തിയ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കായി ഒറ്റത്തവണ പ്രമാണ പരിശോധന 2/4/2025 രാവിലെ 10:30 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുവാൻ ഉത്തരവായിട്ടുണ്ട്. ഒറ്റത്തവണ പ്രമാണ പരിശോധനയ്ക്കായി അറിയിപ്പ് ലഭിച്ച ഉദ്യോഗാർത്ഥികൾ അസൽ പ്രമാണങ്ങൾ സഹിതം പ്രൊഫൈലിൽ പറയുന്ന നിശ്ചിത തീയതിയിലും സമയത്തും സ്ഥലത്തും ഹാജരാകണമെന്ന് അറിയിക്കുന്നു. ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് പ്രൊഫൈൽ, SMS എന്നിവ വഴി നൽകിയിട്ടുണ്ട്. അറിയിപ്പ് ലഭിക്കാത്ത ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഗവൺമെൻറ് റിക്രൂട്ട് GR സെക്കൻഡ് A വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047125464447. അടുത്തതൊരു ഓൺ ടൈം വെരിഫിക്കേഷൻ അറിയിപ്പാണ്. കേരള ജനറൽ എഡ്യൂക്കേഷൻ ഡയറ്റിലേക്ക് ലെക്ചറർ ഇൻ സാൻസ്ക്രിറ്റ് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 360/2022. പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഡയറ്റ് ലെക്ചറർ ഇൻ സംസ്കൃതം തസ്തിക മാറ്റം വഴിയുള്ള നിയമനം കാറ്റഗറി നമ്പർ 360/2022 എന്ന തസ്തികയിലേക്ക് 25/3/2025 പ്രസിദ്ധപ്പെടുത്തിയ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കായി ഒറ്റത്തവണ പ്രമാണ പരിശോധന 2/4/2025 രാവിലെ 10:30 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുവാൻ ഉത്തരവായിട്ടുണ്ട്. ഒറ്റത്തവണ പ്രമാണ പരിശോധനയ്ക്കായി അറിയിപ്പ് ലഭിച്ച ഉദ്യോഗാർത്ഥികൾ അസൽ പ്രമാണങ്ങൾ സഹിതം പ്രൊഫൈലിൽ പറയുന്ന നിശ്ചിത തീയതിയിലും സമയത്തും സ്ഥലത്തും ഹാജരാകണമെന്ന് അറിയിക്കുന്നു. ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് പ്രൊഫൈൽ, SMS എന്നിവ വഴി നൽകിയിട്ടുണ്ട്. അറിയിപ്പ് ലഭിക്കാത്ത ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഗവൺമെൻറ് റിക്രൂട്ട് GR സെക്കൻഡ് A വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047125464447. അടുത്തതും ഒരു ഓൺ ടൈം വെരിഫിക്കേഷൻ അറിയിപ്പാണ്. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സെക്രട്ടറി കാറ്റഗറി നമ്പർ 571/2023. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് വകുപ്പിലെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെക്രട്ടറി തസ്തികയിലേക്ക് കാറ്റഗറി നമ്പർ 571/2023 26/3/2025 പ്രസിദ്ധപ്പെടുത്തിയ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട അസൽ പ്രമാണ പരിശോധന പൂർത്തിയാക്കാത്ത ഉദ്യോഗാർത്ഥികൾക്ക് 7/4/2025, 8/4/2025, 9/4/2025 എന്നീ തീയതികളിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാന ഓഫീസിൽ വെച്ച് ഒറ്റത്തവണ പ്രമാണ പരിശോധന നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് ഇത് സംബന്ധിച്ച അറിയിപ്പ് പ്രൊഫൈൽ, SMS എന്നിവ വഴി നൽകിയിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് ആസ്ഥാന ഓഫീസിലെ GR 3rd A സെക്ഷനുമായി ബന്ധപ്പെടാവുന്നതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047125464281. അടുത്തതൊരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. തിരുവനന്തപുരം ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫാർമസിസ്റ്റ് ഗ്രേഡ് സെക്കൻഡ് കാറ്റഗറി നമ്പർ 304/2023. തിരുവനന്തപുരം ജില്ലയിൽ ആരോഗ്യവകുപ്പിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് സെക്കൻഡ് കാറ്റഗറി നമ്പർ 304/2023 എന്ന തസ്തികയുടെ അഭിമുഖം 23/4/2025, 24/4/2025, 25/4/2025 എന്നീ തീയതികളിലായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ തിരുവനന്തപുരത്തുള്ള ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുവാൻ ബഹുമാനപ്പെട്ട കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക്
പ്രൊഫൈൽ, മൊബൈൽ സന്ദേശങ്ങൾ എന്നിവ നൽകിയിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് ഉദ്യോഗാർത്ഥികൾ പ്രൊഫൈൽ പരിശോധിക്കേണ്ടതാണ്. ഇൻ്റർവ്യൂ മെമ്മോ ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ, ഇലക്ട്രോപ്ലേറ്റർ, കാറ്റഗറി നമ്പർ 669/2023. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 58 ലിസ്റ്റിലാകെ 39 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 10 പേർ മെയിൻ ലിസ്റ്റിലും 29 പേർ സപ്ലിമെൻ്ററി ലിസ്റ്റിലുമാണ്. ഇതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. അടുത്തതൊരു ഇറാറ്റ നോട്ടിഫിക്കേഷൻ അറിയിപ്പാണ്. പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സിവിൽ, കാറ്റഗറി നമ്പർ 660/2022. ഇതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. അടുത്തതും ഒരു ഇറാറ്റ നോട്ടിഫിക്കേഷൻ അറിയിപ്പാണ്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സിവിൽ, കാറ്റഗറി നമ്പർ 662/2022. ഇതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ, ഇൻറ്റീരിയർ ഡിസൈൻ ആൻഡ് ഡെക്കറേഷൻ, കാറ്റഗറി നമ്പർ 644/2023. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 52 ലിസ്റ്റിലാകെ 77 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 11 പേർ മെയിൻ ലിസ്റ്റിലും 60 പേർ സപ്ലിമെൻ്ററി ലിസ്റ്റിലുമാണ്. ഇതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. അടുത്തതും ഒരു ഷോർട്ട് ലിസ്റ്റാണ്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിലേക്ക് ക്ലർക്ക്, കാഷ്യർ, പാർട്ട് സെക്കൻഡ്, സൊസൈറ്റി കാറ്റഗറി, കാറ്റഗറി നമ്പർ 64/2024. അടുത്ത ഷോർട്ട് ലിസ്റ്റ് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്ക് മാർക്കറ്റിംഗ് ഓർഗനൈസർ, പാർട്ട് സെക്കൻഡ്, സൊസൈറ്റി കാറ്റഗറി, കാറ്റഗറി നമ്പർ 528/2022. അടുത്ത ഷോർട്ട് ലിസ്റ്റ് കോട്ടയം ജില്ലയിലേക്ക് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രേസർ, കാറ്റഗറി നമ്പർ 600/2023. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 75 ലിസ്റ്റിലാകെ 69 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 10 പേർ മെയിൻ ലിസ്റ്റിലും 58 പേർ സപ്ലിമെൻ്ററി ലിസ്റ്റിലുമാണ്. അടുത്ത ഷോർട്ട് ലിസ്റ്റ് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്ക് മാർക്കറ്റിംഗ് ഓർഗനൈസർ, പാർട്ട് ഫസ്റ്റ്, ജനറൽ കാറ്റഗറി, കാറ്റഗറി നമ്പർ 527/2022. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 62.33. ലിസ്റ്റിലാകെ 71 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 11 പേർ മെയിൻ ലിസ്റ്റിലും 60 പേർ സപ്ലിമെൻ്ററി ലിസ്റ്റിലുമാണ്. അടുത്തതൊരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡ്, കേര ഫെഡിലേക്ക് ഡെപ്യൂട്ടി മാനേജർ പേഴ്സണൽ ആൻഡ് ലേബർ വെൽഫെയർ, കാറ്റഗറി നമ്പർ 179/2023. കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡിലെ ഡെപ്യൂട്ടി മാനേജർ പേഴ്സണൽ ആൻഡ് ലേബർ വെൽഫെയർ, പാർട്ട് ഫസ്റ്റ്, ജനറൽ കാറ്റഗറി, കാറ്റഗറി നമ്പർ 179/2023 എന്ന തസ്തികയുടെ ഇൻ്റർവ്യൂ തിരുവനന്തപുരത്തുള്ള കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ വെച്ച് 9/4/2025 നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾ അസൽ പ്രമാണങ്ങൾ സഹിതം നേരിട്ട് അന്നേ ദിവസം രാവിലെ 8 മണിക്ക് ആസ്ഥാന ഓഫീസിൽ ഹാജരാക്കേണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾക്കുള്ള വ്യക്തിഗത അറിയിപ്പ്, പ്രൊഫൈൽ മെസ്സേജ്, SMS എന്നിവ മുഖേന അയച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാന ഓഫീസിൽ കോഓപ്പറേറ്റീവ് സെക്ടർ CS സെക്ഷൻ വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047125464442. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. തിരുവനന്തപുരം ജില്ലയിലേക്ക് അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പമ്പ് ഓപ്പറേറ്റർ, പ്ലംബർ, കാറ്റഗറി നമ്പർ 534/2023. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ് ലിമിറ്റഡിലേക്ക് ലബോറട്ടറി അസിസ്റ്റൻറ്റ്, കാറ്റഗറി നമ്പർ 258/2023. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 72.67. ലിസ്റ്റിലാകെ 74 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 9 പേർ മെയിൻ ലിസ്റ്റിലും 60 പേർ സപ്ലിമെൻ്ററി ലിസ്റ്റിലുമാണ്. ഇതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. അടുത്തതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അഡ്വൈസ് ചെയ്ത തസ്തികയും ഡിപ്പാർട്ട്മെൻറ്റും പരിചയപ്പെടാം.
എറണാകുളം ജില്ലയിലേക്ക് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, വില്ലേജ് മാൻ. എറണാകുളം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ്. ഇടുക്കി ജില്ലയിലേക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ. മലപ്പുറം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ്. മലപ്പുറം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ ഇംഗ്ലീഷ് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ്. മലപ്പുറം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ നാച്ചുറൽ സയൻസ് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഹെഡ് ഓഫീസിൽ നിന്ന് കേരള കൊളീജിയേറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ തമിഴ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഹെഡ് ഓഫീസിൽ നിന്ന് കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ. ഹെഡ് ഓഫീസിൽ നിന്ന് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിലേക്ക് ഓവർസിയർ ഗ്രേഡ് സെക്കൻഡ് സിവിൽ. ഹെഡ് ഓഫീസിൽ നിന്ന് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിലേക്ക് പ്രോഗ്രാമർ. ഹെഡ് ഓഫീസിൽ നിന്ന് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിലേക്ക് പ്രൊഫഷണൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് സെക്കൻഡ് ലൈബ്രറി. ഹെഡ് ഓഫീസിൽ നിന്ന് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിലേക്ക് പമ്പ് ഓപ്പറേറ്റർ. എറണാകുളം ജില്ലയിലേക്ക് IMS ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആക്സിലറി നഴ്സ് മിഡ് വൈഫ് ഗ്രേഡ് സെക്കൻഡ്. ഹെഡ് ഓഫീസിൽ നിന്ന് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് കയർ ഫെഡിലേക്ക് ജനറൽ മാനേജർ പാർട്ട് ഫസ്റ്റ് ജനറൽ കാറ്റഗറി. ഹെഡ് ഓഫീസിൽ നിന്ന് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്ക് ഡെപ്യൂട്ടി മാർക്കറ്റിംഗ് മാനേജർ സ്പൈസസ് പാർട്ട് ഫസ്റ്റ് ജനറൽ കാറ്റഗറി. ഹെഡ് ഓഫീസിൽ നിന്ന് കേരള കോമൺ പൂൾ ലൈബ്രറിയിലേക്ക് ലൈബ്രറി ഗ്രേഡ് 4 ഡയറക്റ്റ് ആൻഡ് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ്. ഹെഡ് ഓഫീസിൽ നിന്ന് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സർവേയർ ഗ്രേഡ് സെക്കൻഡ് ഹൈഡ്രോ ജിയോളജി ബ്രാഞ്ച്. ഹെഡ് ഓഫീസിൽ നിന്ന് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഒറ്റോ റൈനോ ലാറിംഗോളജി ഹെഡ് ആൻഡ് നെക്ക് ENT. ഹെഡ് ഓഫീസിൽ നിന്ന് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ അനസ്തേഷ്യോളജി. ഇടുക്കി ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് മുനിസിപ്പൽ കോമൺ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് സെക്കൻഡ്. പത്തനംതിട്ട ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്. ഹെഡ് ഓഫീസിൽ നിന്ന് കേരള സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫിസിയോതെറാപ്പിസ്റ്റ്. കോഴിക്കോട് ജില്ലയിലേക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഫസ്റ്റ് NCA ST വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 226/2023. കോഴിക്കോട് ജില്ലയിലേക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഫസ്റ്റ് NCA SC വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 228/2023. ഹെഡ് ഓഫീസിൽ നിന്നും വേരിയസ് ഗവൺമെൻറ് ഓൺഡ് കമ്പനീസ് കോർപ്പറേഷൻസ് ബോർഡ്സ് എന്നിവിടങ്ങളിലേക്ക് അക്കൗണ്ടൻറ്റ്, ജൂനിയർ അക്കൗണ്ടൻറ്റ്, അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ്, അക്കൗണ്ട്സ് ക്ലർക്ക്, അസിസ്റ്റൻറ്റ് മാനേജർ, അസിസ്റ്റൻറ്റ് ഗ്രേഡ് സെക്കൻഡ് കാറ്റഗറി നമ്പർ 610/2021. ഹെഡ് ഓഫീസിൽ നിന്നും കൊളീജിയേറ്റ് എഡ്യൂക്കേഷൻ മ്യൂസിക് കോളേജസിലേക്ക് ലെക്ചറർ ഇൻ വയലിൻ. ഹെഡ് ഓഫീസിൽ നിന്നും കൊളീജിയേറ്റ് എഡ്യൂക്കേഷൻ ഗവൺമെൻറ് മ്യൂസിക് കോളേജിലേക്ക് ജൂനിയർ ലെക്ചറർ ഇൻ കഥകളി വേഷം. ഹെഡ് ഓഫീസിൽ നിന്നും കൊളീജിയേറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ഇൻ വോക്കൽ ആൻഡ് ഭരതനാട്യം. കോഴിക്കോട് ജില്ലയിലേക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി ഫസ്റ്റ് NCA SC വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 287/2023. കോഴിക്കോട് ജില്ലയിലേക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫസ്റ്റ് NCA മുസ്ലിം വിഭാഗക്കാർക്കായി വിമൻ ആൻഡ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കാറ്റഗറി നമ്പർ 290/2023. കോഴിക്കോട് ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് സെക്കൻഡ്. മലപ്പുറം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ക്ലർക്ക്. മലപ്പുറം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ്. മലപ്പുറം ജില്ലയിലേക്ക് കേരള പോലീസ് സർവീസസ് MSP ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ. കണ്ണൂർ ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് മലയാളം മീഡിയം ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ്. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. നമസ്കാരം.